സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും സ്നാപ്പിലേക്ക് വരികയാണ്. സ്നാപ്പ് നമ്പർ 980. ഇത് 4ാം വോള്യമാണ്. പി ജാനനിയുടെ സമ്പൂർണ്ണ കൃതികൾ 4ാം വോള്യത്തിലാണ്. ഇന്ന് കുറച്ച് കവിതകളെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 5-6 കവിതകൾ എങ്ങനെയാണ് സ്നാപ്പ് ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രചോദനമാകുന്നതെന്ന് നോക്കാം. ഭരത് പി ജാനനിയുടെ സമ്പൂർണ്ണ കൃതികൾ പരിചയപ്പെടുത്തുക. അത് SPCS പ്രസിദ്ധീകരിച്ച 2016 പ്രസിദ്ധീകരിച്ച NPS വിതരണം ഏറ്റെടുത്ത ഭരത് പി ജാനനി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പ്രകാശനം നടന്നതാണ്. 2016 ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ MT വാസുദേവൻ നായർ, അനശ്വരമായിട്ടുള്ള നമ്മുടെ ഏറ്റവും വിശ്വപ്രസിദ്ധ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ ആണ് അന്ന് പ്രകാശനം നടത്തിയത്. അതിൻ്റെ സമ്പൂർണ്ണ കൃതികൾ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാർച്ച് 27 മുതൽ മെയ് 1 വരെ എൻ്റെ ഒരു ദൗത്യമാണ്. ഞാൻ ചാക്കുടി അന്തിക്കാട്. തീർച്ചയായിട്ടും 101 രചനകളിലൂടെ അല്ലെങ്കിൽ 101 കവിതകളിലൂടെ അത് കഥയും ലേഖനങ്ങളും ഓർമ്മക്കുറിപ്പുകളും പിന്നെ നാടകങ്ങളൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് സ്നാപ്പിൻ്റെ ഒരു ദൗത്യം. ആസ് എൻ ആക്ടർ എനിക്ക് ഈ നാടക സാധകം എൻ്റെ വീടിൻ്റെ അപ്സ്റ്റെയറാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഇത് ലോകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്, ഒരു സമർപ്പണമാണ്. പി ജാനിയുടെ വലിയൊരു ജീവചരിത്ര ഗ്രന്ഥം പി ജാനി ജീവിത ആഹ്വാനം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എഴുതി. അത് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി 2011 പ്രസിദ്ധീകരിച്ചാണ്. 4-5 അവാർഡുകൾ വന്ന പുസ്തകമാണ്. അപ്പോൾ അങ്ങനെയുള്ള അന്ന് മുതൽ, അതിന് മുമ്പ് 2008 മുതൽ നമ്മൾ പി ജാനനിയുടെ അവാർഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാർട്ട് ഹോയൻ ഓഫ് ഫിലിംസും ബിന്നിമട്ടി ക്രിയേഷൻസും ഒക്കെ ചേർന്നുകൊണ്ടാണ് അത് ഈ 15 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമർപ്പണമുണ്ട്. ഭരത് പി ജാനനിയെ വീണ്ടും വീണ്ടും ലോകം അറിയണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്നാപ്പ് നമ്പർ 980 കിടക്കുകയാണ്. മതമേ നീ മാറി നിൽക്കൂ. അതാണ് ഒരു കവിത. ഗതിമുടക്കിയിടാതെ മുന്നിൽ നിന്നു മതമേ നീ അങ്ങോട്ട് മാറി നിൽക്കൂ. ഗതിമുടക്കിയിടാതെ മുന്നിൽ നിന്നു മതമേ നീ അങ്ങോട്ട് മാറി നിൽക്കൂ. നരകത്തിൻ പേരിൽ ഭയപ്പെടുത്തി നരരുടെ ചിന്തയ്ക്ക് വേലി കെട്ടി. നരകത്തിൻ പേരിൽ ഭയപ്പെടുത്തി നരരുടെ ചിന്തയ്ക്ക് വേലി കെട്ടി. കപട പ്രമാണങ്ങളോതിയോതി മനുഷ്യരെ പാവകളാക്കി മാറ്റി. മതമേ നീ അങ്ങോട്ട് മാറി നിൽക്കൂന്ന പറയുന്നേ. അനുദിനം ഹൃദ്രക്തമൂറ്റിയൂറ്റി അനവധി മർത്യർക്കു നാശമേക്കി. പകയും അസൂയയും മേൽക്കുമേലെ സഹജർക്കു തമ്മിൽ വളർത്തി നിത്യം ഭുവനത്തെ നരകമാക്കി മാറ്റും. മതമേ നീ അങ്ങോട്ട് മാറി നിൽക്കൂ. എത്ര കൊല്ലം മുമ്പ് എഴുതിയതാന്ന് നോക്കണട്ടാ. തവ നീതി മർത്യനായിട്ടുയരുവാൻ സമ്മതിക്കില്ല ന്യൂനം. പഴയ നീതികളിൽ ഉലകിൽ അഴകേറ്റാൻ മാത്രം ഉപകരിക്കും. പുതുയുഗത്തിൻ്റെ സമാഗമത്തിൽ പുതുതായി പലതും ഗ്രഹിച്ചു ഞങ്ങൾ. മനുജന്റെ ബുദ്ധിക്കു മന്ത്യമേകും വിഷമാണ് നീ എന്നറിഞ്ഞു ഞങ്ങൾ. മനുജന്റെ ബുദ്ധിക്ക് മന്ത്യമേകും വിഷമാണ് നീ എന്നറിഞ്ഞു ഞങ്ങൾ. നരകവും നാഗവും മണ്ണിലുള്ള ദുരിതവും സൗഖ്യവും എന്നറിഞ്ഞു. നരകവും നാഗവും മണ്ണിലുള്ള ദുരിതവും സൗഖ്യവും എന്നറിഞ്ഞു. പഴകിപ്പൊളിഞ്ഞ നീതിഭാണ്ഡം കുഴികുത്തി മൂടേണ്ട കാലമായി. പഴകിപ്പൊളിഞ്ഞ നീതിഭാണ്ഡം കുഴികുത്തി മൂടേണ്ട കാലമായി. 1-ാം ഭാഗം 1 ആണത്. 2ാമത് ഖണ്ഡിക നോക്കാം. സുഖവും ആനന്ദവും സ്വസ്ഥതയും ഒരു ന്യൂനപക്ഷത്തിൽ സ്വന്തമായി. ബൂർഷ്വാസിക്കെതിരെയുള്ള ഒരു വരികളാണത്. കുറച്ച് വരികളാണ്. സുഖം ആർക്കാണ് കിട്ടുന്നത്? കോർപ്പറേറ്റുകളുടെ കാലം. ഇപ്പോഴും നമ്മൾ നോക്കൂ, ഒരു 10% ന്യൂനപക്ഷത്തിന് മാത്രമാണ്. സുഖവും ആനന്ദവും സ്വസ്ഥതയും ഒരു ന്യൂനപക്ഷത്തിന് സ്വന്തമായി. എരിയുന്ന പട്ടിണി പൊരിയുന്നു പാവങ്ങൾ എത്രയെത്ര. മുഷ്ടി ചുരുട്ടി സമരവും അതിൻ്റെ ഒപ്പമുണ്ട്. ഇങ്ങനെ നിന്ന് വിശന്ന് പൊരിയുന്ന മനുഷ്യരാണ്. എരിയുന്ന പട്ടിണി പൊരിയുന്നു പാവങ്ങൾ എത്രയെത്ര. വിഭവസമൃദ്ധമായി അസമത്വം ഇങ്ങനെ യാർ വരുത്തി. വിഭവസമൃദ്ധമായി ഉലകം, അതിൽ അസമത്വം ആര് വരുത്തി എന്നാണ് ചോദ്യം. വിധിയെന്നും ദൈവേച്ഛയെന്നും മോദി ഇതുവരെ ഞങ്ങളെ നീ വലച്ചു. മതി കേൾക്കേണ്ട മേലിൽ ഞങ്ങൾ അതിനീചമാകും നിൻ നീതിശാസ്ത്രം.
മതി മതി കേൾക്കേണ്ട മേലിൽ ഞങ്ങൾക്കതിനീചമാകും നിൻ നീതിശാസ്ത്രം. ഇങ്ങനെ താളത്തിലും ചൊല്ലാവത്. ഒരു കൂട്ടർ പാൽക്കഞ്ഞിയുള്ളിലാക്കി, ഒരു കൂട്ടർ പാൽക്കഞ്ഞിയുള്ളിലാക്കി മണിമച്ചിൽ ഗാനങ്ങളാലപിക്കെ, ഒരു കൂട്ടർ പട്ടിണിത്തീയിൽ നീറി കുടിലുകൾക്കുള്ളിൽ കിടന്നു മാഴ്കാൻ ഇടയാക്കി വെച്ചതു ദൈവമെങ്കിൽ കരുണയില്ലാത്തവനാണു ദൈവം. മൂന്നാം ഭാഗത്തേക്ക് കിടക്കാം. അവശന്മാരലംബഹീനർ ഞങ്ങൾ ഒരുമിച്ച് തോളോട് തോളുരുമ്മി ഭയലേശമില്ലാതണിനിരന്നു വിജയത്തിൻ കാഹളമൂതിയൂതി അടിപതറാതെ കരളുറപ്പാർന്നടരാടി നീതികേടിനെതിരായി അസമത്വമാകെ തകർത്തു മാറ്റി യവികലാനന്ദം പരത്തി മണ്ണിൽ അഖിലരും ഒന്നായി സുഖിച്ചു വാഴാൻ അതിവേഗം മുന്നോട്ട് പാഞ്ഞിടുമ്പോൾ ഗതിമുടക്കാതെ മുന്നിൽ നിന്നു മതമേ നീ അങ്ങോട്ടു മാറി നിൽക്കൂ. അവശരാലംബഹീനർ ഞങ്ങൾ ഒരുമിച്ചു തോളോട് തോളുരുമ്മി ഭയലേശമേതുമില്ലാതണിനിരന്നു വിജയത്തിൻ കാഹളമൂതിയൂതി അടിപതറാതെ കരളുറപ്പാർന്നടരാടി നീതികേടിനെതിരായി അസമത്വമാകെ തകർത്തു മാറ്റി യവികലാനന്ദം പരത്തി മണ്ണിൽ അഖിലരും ഒന്നായി സുഖിച്ചു വാഴാൻ അതിവേഗം മുന്നോട്ട് പാഞ്ഞിടുമ്പോൾ ഗതിമുടക്കാതെ മുന്നിൽ നിന്നു മതമേ നീ അങ്ങോട്ടു മാറി നിൽക്കൂ. എത്ര കൊല്ലം മുമ്പ് എഴുതിയത്. 1950 പേൾ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പുകച്ചുരുൾ എന്ന സമാഹാരത്തിൽ നിന്ന്. എത്ര കൊല്ലം മുമ്പാണ്, 75 വർഷം മുമ്പ് പി ജാനൻ എഴുതിയ കവിതയാണ് ഞാൻ ഈ ആലപിച്ചത്. ഇതിപ്പോഴും ഏറ്റെടുക്കപ്പെടേണ്ടതാണ്, കമ്പോസ് ചെയ്ത് പാടേണ്ടതാണ്. ഞാൻ ഈ സ്നാപ്പ് നമ്പർ 980 ഇവിടെ നിർത്തുന്നു. സ്നാപ്പ് നമ്പർ 981 കിടക്കാം. സ്നാപ്പ് നമ്പർ 981 ആട്ടഹാസം എന്ന കവിതയാണ്. പിജാനിയുടെ സമ്പൂർണ്ണ കൃതികൾ വീണ്ടും തുടരുന്നു. വോളിയം നമ്പർ 4 ആണിത്, ശ്രദ്ധിക്കുക. വോളിയം നമ്പർ 4 കവിതകളാണ്. ഇന്ന് കവിതകളാണ് മുഴുവൻ. ആട്ടഹാസം നോക്കാം. നീറുകയാണു ഞാൻ, നീറുകയാണേവം നീറിയിട്ടും നശിക്കാത്തതാണ് അത്ഭുതം. നീറുകയാണു ഞാൻ, നീറുകയാണേവം നീറിയിട്ടും നശിക്കാത്തതാണ് അത്ഭുതം. ആശ്വസിപ്പിക്കുവാനെത്തിടും കാറ്റേറ്റ്, ആശ്വസിപ്പിക്കുവാനെത്തിടും കാറ്റേറ്റ് കത്തിയെരിയുന്നു തീച്ചൂളമേൽക്കുമേൽ. മാംസവും മജ്ജയും കത്തിക്കരിഞ്ഞു. മാംസവും മജ്ജയും കത്തിക്കരിഞ്ഞു. ശേഷിപ്പോ ഞാൻ വെറും കങ്കാളമായിത, എന്നിട്ടും അയ്യോ മരിച്ചില്ല ഞാൻ. വ്യഥ വെന്തിരിഞ്ഞിടുവാൻ നൽകുന്നു ജീവിതം. ആശ്വാസമേതും ലഭിക്കാതെ നിറുമീ തീച്ചൂള തന്നിൽ കിടന്നു കരിയുവാൻ ആരെ എന്നിങ്ങോട്ടു തള്ളി അയച്ചു. ഞാൻ ആഗ്രഹിക്കാതെ അറിയാതെ ഈ വിധം നല്ല പട്ടിണി ഉള്ള സമയത്ത് വിശന്ന് പൊരിഞ്ഞ് എഴുതിയതാണ് ഈ കവിത. ഈ കൊച്ചു ജീവിതം തീയിൽ നീറ്റുന്നതാ സ്നേഹസമ്പന്നന്റെ ലീലാവിനോദമോ. ഈ കൊച്ചു ജീവിതം തീയിൽ നീറ്റുന്നതാ സ്നേഹസമ്പന്നന്റെ ലീലാവിനോദമോ. അങ്ങനെയെങ്കിലാ കാരുണ്യമൂർത്തി സൃഷ്ടിയിൽ നിന്നു വിരമിപ്പതുത്തമം. ബിബ്ലിക്കൽ കൺസെപ്റ്റ്
ഈ ലോകം ദൈവം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ വിശം പട്ടിണി കൊടുക്കാനാണെങ്കിൽ ആ ചങ്ങാതി ഇവിടുന്ന് പരിപാടി അവസാനിപ്പിച്ച് പോവുക നല്ലതെന്നാണ്. അങ്ങനെയെങ്കിൽ, അതായത് ഈ കൊച്ചു ജീവിതം തീയിൽ നീറ്റുന്നത് ആ സ്നേഹസമ്പന്നന്റെ ലീലാവിനോദമോ? അങ്ങനെയെങ്കിലോ കാരുണ്യമൂർത്തി ഈ സൃഷ്ടിയിൽ നിന്ന് വിരമിപ്പതുത്തമം. എൻ ദീനരോദനം മറ്റുള്ളവർക്കൊരു നിന്ദാവിഷയമായി തീരുന്നു സന്തതം. പൊട്ടിക്കരഞ്ഞു ഞാൻ കൈകാലിട്ടടിക്കവേ, പൊട്ടിച്ചിരിക്കുവാൻ ആളുണ്ട് ചുറ്റിലും. പൊട്ടിക്കരഞ്ഞു ഞാൻ കൈകാലിട്ടടിക്കവേ, പൊട്ടിച്ചിരിക്കുവാൻ ആളുണ്ട് ചുറ്റിലും. ഈ വിധം നീറി ഞാൻ കെഴുവാൻ കാരണമെന്തപരാധമല്ലെന്തു ചെയ്യട്ടെ ഞാൻ? എത്ര പേർ നിന്നു പരിഹസിച്ചിടിലോ മിത്തീയടങ്ങുവാൻ കാരണമായിട പാറകൾ പോലും ഒലിച്ചൊഴുകും പടി പെയ്യും മഴയാണെനിക്ക് വേണ്ടത്. എത്ര പേർ നിന്ന് പരിഹസിച്ചിടിലും ഈ തീയടങ്ങുവാൻ, എത്ര പേർ നിന്ന് പരിഹസിച്ചിടിലും ഈ തീയടങ്ങുവാൻ കാരണമായിട പാറകൾ പോലും ഒലിച്ചൊഴുകും പടി പെയ്യും മഴയാണെനിക്ക് വേണ്ടത്. എന്തു ചെയ്യാം? ചുറ്റുപാടും ജ്വലിച്ചിടും ചെന്തിക്കനൽ മാത്രമെനിക്കാശ്രയം. എന്തു ചെയ്യാം? ചുറ്റുപാടും ജ്വലിച്ചിടും ചെന്തിക്കനൽ മാത്രമെനിക്കാശ്രയം. പെട്ടെന്നൊരു ദിനം ഞാൻ മരിച്ചിടുകയിൽ ലൊട്ടുപേരുണ്ടാം മിഴിനീരൊഴുക്കുവാൻ. ഇങ്ങനെ കരയാൻ കുറേ പേരുണ്ടാവും. പെട്ടെന്നൊരു ദിനം ഞാൻ മരിച്ചിടുകയിലൊട്ടു പേരുണ്ടാവും മിഴിനീരൊഴുക്കുവാൻ. അന്നവരൻ കുഴിമാടത്തിൽ വന്നു നിന്നെന്ന അപദാനങ്ങൾ വാഴ്ത്തിക്കരയവേ. അന്നവരൻ കുഴിമാടത്തിൽ വന്നു നിന്നെന്ന അപദാനങ്ങൾ വാഴ്ത്തിക്കരയവേ. എട്ടു ദിക്കും മുഴങ്ങിടുമാർ ഉച്ചത്തിൽ അട്ടഹസിക്കുമെന്നാത്മാ ഇതേ വിധം. എട്ടു ദിക്കും മുഴങ്ങിടുമാറുച്ചത്തിൽ അട്ടഹസിക്കുമെന്നാത്മാവിതേ വിധം. പോകൂ പോകൂ മനസാക്ഷിയില്ലാത്ത കൂട്ടരെ, പോകൂ മനസാക്ഷിയില്ലാത്ത കൂട്ടരെ. നിങ്ങളീ പാഴ്വേല ചെയ്യുന്നതെന്തിനായി? നിങ്ങളീ പാഴ്വേല ചെയ്യുന്നതെന്തിനായി? ആഹാരമില്ലാതെ, വസ്ത്രങ്ങളില്ലാതെ, സ്നേഹിക്കുവാനൊരു ജീവിയുമില്ലാതെ, ചിന്തയും കണ്ണീരുമായി ഞാനങ്ങനെ ഭ്രാന്തനെപ്പോലെ ഇലഞ്ഞു നടക്കവേ, ഞാനും മനുഷ്യന് ആണെന്നു നനയ്ക്കാതെ കൂകി വിളിച്ചവർ നിങ്ങൾ മറന്നുവോ? കൂകി വിളിച്ചവർ നിങ്ങൾ മറന്നുവോ? പട്ടിണി ദാരിദ്ര്യമൊക്കെ ആയിട്ട് നട്ടം തിരിയുന്ന കാലത്ത് ആരാടാ ഒന്നും തിരിഞ്ഞു നോക്കിയെന്നുള്ള ഒരൊറ്റ ചോദ്യമാണ് പി ജാനടി ചോദിക്കുന്നത്. എന്നിട്ട് ഞാനിന്ന് മണ്ണടിഞ്ഞപ്പോഴീ കണ്ണീരൊഴുക്കുവാൻ ഓടി അണഞ്ഞുവോ? പുച്ഛത്തിൽ പറഞ്ഞു നോക്കാം നമുക്ക്. എന്നിട്ട് ഞാനിന്ന് മണ്ണടിഞ്ഞപ്പോഴീ കണ്ണീരൊഴുക്കുവാൻ ഓടി അണഞ്ഞുവോ? താളത്തിൽ തന്നെയാണ് മൊത്തം. എന്നിട്ട് ഞാനെന്നു മണ്ണടിഞ്ഞപ്പോൾ ഈ കണ്ണീരൊഴുക്കുവാൻ ഓടിയണഞ്ഞുവോ? നാണമില്ലാത്തവർ നിങ്ങളല്ലെങ്കിൽ ഈ മണ്ണിൽ വെറുതെ മിഴിനീരൊഴുക്കുമോ? നാണമില്ലാത്തവർ നിങ്ങളല്ലെങ്കിൽ ഈ മണ്ണിൽ വെറുതെ മിഴിനീരൊഴുക്കുമോ? പോകുക, തീച്ചൂളയിൽ കിടന്നിപ്പോഴും നീറുന്നവരുണ്ട സംഖ്യം സഹോദരർ. ഇവിടെ കമ്മ്യൂണിസമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. പോകുക, തീച്ചൂളയിൽ കിടന്നിപ്പോഴും നീറുന്നവരുണ്ട് അസംഖ്യം സഹോദരർ. ഇപ്പോഴും പട്ടിണി കിടക്കുന്നവർ എണ്ണം ഉണ്ടോ? അവിടെ പോയിട്ടൊക്കെ വല്ലതും ചെയ്യേ. ചത്ത് കിടക്കുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിന്ന് വിലപിക്കല്ലേ. ചാവാൻ കിടക്കുന്ന അനേകായിരങ്ങളുണ്ട്, അവർക്ക് വേണ്ടി പോരാടാനാണ് പറയുന്നത്. പോകുക, തീച്ചൂളയിൽ കിടന്നിപ്പോഴും നീറുന്നവരുണ്ട് അസംഖ്യം സഹോദരർ. ആയവർക്ക് ആശ്വാസമേകുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ഇപ്പോഴേ ചെയ്യുക. പ്രസൻറ്റിൽ ഇന്ന് സമരം ചെയ്ത് പോരാടുക, മുന്നോട്ട് പോകുക. നീറുവാൻ വേണ്ടി ജനിച്ചു ഞാൻ ഭൂമിയിൽ, നീറി തന്നെ മണ്ണടിഞ്ഞെന്നു ഞാൻ. നീറുവാൻ വേണ്ടി
ജനിച്ചു ഞാൻ ഭൂമിയിൽ നീറി നീറി തന്നെ മണ്ണടിഞ്ഞിന്നു ഞാൻ. ഈ അസ്ഥിമാടത്തിലെങ്കിലും സ്വസ്ഥമായി, ഈ അസ്ഥിമാടത്തിലെങ്കിലും സ്വസ്ഥമായി വിശ്രമിച്ചോട്ടെ ഞാൻ. നിൽക്കേണ്ട, പോകുവിൻ. നിൽക്കേണ്ട, പോകുവിൻ. ഗോ ഹെഡ്, ഗോ ടു ഹെൽ എന്ന് പറയുന്ന പോലെ. ഗോ ടു ഹെൽ, ഓടാ, പോകുവിൻ. പട്ടിണി കിടക്കുന്ന മനുഷ്യർ ലക്ഷക്കണക്കിനുണ്ടടാ, ദുരിതം അനുഭവിക്കുന്നവർ. അവിടെ പോയിട്ട് വല്ലതും ചെയ്യുന്ന പറയുന്നത്. സ്നേഹ നമ്പർ 981. ആ അട്ടഹാസം, അട്ടഹാസം തന്നെയാണ്. ഈ അസ്ഥിമാടത്തിലെങ്കിലും സ്വസ്ഥമായി വിശ്രമിച്ചോട്ടെ ഞാൻ. നിൽക്കേണ്ട, പോകുവിൻ. താങ്ക് യു. ഈ നേരത്തെ സ്നാപ്പ് നമ്പർ 901 ആട്ടഹാസം, ഇത് ശരിക്കും പറഞ്ഞാൽ ജനശക്തി 1949 സെപ്റ്റംബർ 11 ജനശക്തിയിൽ പ്രസിദ്ധീകരിച്ച കവിതയാണ് സ്നാപ്പ് നമ്പർ 981 ആട്ടഹാസം. ഇനി നമ്മളിതിൻ്റെ തുടർച്ച പോലെ വരുന്നൊരു കവിതയാണ് കരഞ്ഞത് മതി. ഇത് യുവകേരളം 1949 മാർച്ചിൽ പ്രസിദ്ധീകരിച്ചാണ്. 1949 എന്ന് പറഞ്ഞാൽ 45 മുതൽ നാവി കലാപത്തിൻ്റെ പങ്കെടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമൊക്കെ വളരെ സജീവമായിട്ട് എഴുത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു പോയി 46-ന് ശേഷം. അപ്പോൾ യുവകേരളം 1945 വന്നാണ് കരഞ്ഞത് മതി. വിലാപങ്ങൾ വേണ്ടാന്നുള്ള രീതിയിലാണ്. നോക്കാം. വെറുതെ എന്തിനീ എരിവയലത്തു സഹജ നീ നിന്ന് കരയുന്നു. വെറുതെ എന്തിന് എരിവയലത്തു സഹജ നീ നിന്ന് കരയുന്നു. മനസ്സലിയാത്ത കഠിന ലോകം നിൻ മിഴിനീർ കാണുകിൽ ചിരി തൂകും. മനസ്സലിയാത്ത കഠിന ലോകം നിൻ മിഴിനീർ കാണുകിൽ ചിരി തൂകും. സഹതാപത്തിൻ്റെ കണിക പോലും ഈ മഹിയിൽ കാണുവാൻ വഴിയില്ല. സഹതാപത്തിൻ്റെ കണിക പോലും ഈ മഹിയിൽ കാണുവാൻ വഴിയില്ല. അനുജ, നീ നിന്റെ അവസാന തുള്ളി നിണവുമേകുകിൽ മടിയെന്നേ അതു മൂറ്റിക്കുടിച്ചഭിനന്ദിച്ചിടും ഇവിടത്തെ മാന്യ രസികന്മാർ. അനുജ, നീ നിന്റെ അവസാന തുള്ളി നിണവുമേകുകിൽ മടിയെന്നേ അത് ഊറ്റിക്കുടിച്ചഭിനന്ദിച്ചിടും ഇവിടത്തെ മാന്യ രസികന്മാർ. വളരുന്ന നിന്റെ ഗളനാളത്തിലേക്കൊരു തുള്ളി വെള്ള മലിയോടെ പരിചിൽ വീഴിക്കാനൊരു കരം പോലും ഉയരുമെന്ന് നീ കരുതേണ്ട. ഭയങ്കര കടുത്ത നിരാശയിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് വരളുന്ന നിന്റെ ഗളനാളത്തിലേക്കൊരു തുള്ളി വെള്ളം അലിവോടെ പരിചിൽ വീഴിക്കാൻ ഒരു കരം പോലും ഉയരുമെന്ന് നീ കരുതേണ്ട. ഹൃദയം നീറി നീറി ഇതുവിധം കേണു. ഹൃദയം നീറി നീറി നീ ഇതുവിധം കേണു. സമയം പാഴാക്കി കളയല്ലേ. കളയുക ദുഃഖം മിഴി തുടയ്ക്കുക. കളയുക ദുഃഖം മിഴി തുടയ്ക്കുക. കഥയില്ലീ നിന്റെ കഥനത്തിൽ കരയുവാൻ നിനക്കിടവരുത്തിയ സമുദായ നീതി തകരുവാൻ. കരയുവാൻ നിനക്കിടവരുത്തിയ സമുദായ നീതി തകരുവാൻ അവശന്മാരുടെ അണിയിൽ ചേർന്നു നീ ഭയലേശമെന്നെ പൊരുതുക. അതാണ് ഇൻക്ലാബ് സിന്ദാബാദ് ഉയർത്തിപ്പിടിക്കുന്നത്. കരയുവാൻ നിനക്കിടവരുത്തിയ സമുദായ നീതി തകരുവാൻ അവശന്മാരുടെ അണിയിൽ ചേർന്ന് നീ ഭയലേശമെന്നെ പൊരുതുക. വെറുതെ എന്തിനീ മരുഭൂവിൽ നിന്ന് കരയുന്നു. കഷ്ടം ഷാജാദി. കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവകാശ സമരങ്ങളുടെ പോരാട്ടത്തിൻ്റെ അണിയായി ചേരുക എന്നാണ്.
വെറുതെ എന്തിനീ മരുഭൂമിയിൽ നിന്ന് കരയുന്നു, കഷ്ടം സഹജ നീ. 49 എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സമര പോരാട്ടം 48 മുതൽ 51 വരെ രണദിവ പോളിസി, ബോംബ് പോളിസി എന്നുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഒളിവിൽ പോകുന്ന സമയത്ത് പോലും പി. ആന്റണി ശക്തമായ കവിതകളാണ്. ഇന്ന് മുഴുവൻ അത്തരം കവിതകളാണ് പരിചയപ്പെടുത്തുന്നത്. സ്നാപ്പ് നമ്പർ 982 നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി 983 കിടക്കാം. നമ്മൾ വീണ്ടും വോളിയം നമ്പർ 4 കിടക്കണം. പി. ആന്റണിയുടെ കവിതകളാണ്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു ക്രിയേറ്റിവിറ്റീനെ ഊന്നിക്കൊണ്ടുള്ള കവിതയാണ്. എൻ്റെ നർത്തകി നേരത്തെ ഉള്ള ആഹ്വാനത്തിൻ്റെ തുടർച്ച പോലെയാണ്. ഇത് വേറൊരു രീതിയിലാണ് വരുന്നത്. എൻ്റെ നർത്തകി. അണിയറയിലെന്തിന്നു ശങ്കിച്ചു നിൽപ്പു നീ, അണയുക ഏ രംഗത്തു മോഹനാങ്കി. അണിയറയിലെന്തിന്നു ശങ്കിച്ചു നിൽപ്പു നീ, അണയുക ഏ രംഗത്തു മോഹനാങ്കി. തുടരോ നീ നിന്നോമൽ നൃത്തം മനോഹരം, തുടരൂ നീ നിന്നോമൽ നൃത്തം മനോഹരം. കലൽ കവരുമാ ദിവ്യ സംഗീതവും. കൊതിപൂണ്ട കാണികൾ മരുവുകയാണതായവനിക നീങ്ങുവാൻ അരഞ്ഞൊടിയിൽ. കൊതിപൂണ്ട കാണികൾ മരുവുകയാണതായവനിക നീങ്ങുവാൻ അരഞ്ഞൊടിയിൽ. ഒരു കൂട്ടർ ബോധമില്ലാത്തവർ കൂകുകിൽ. കളിയാക്കി കൂകുന്ന കുറച്ച് പേരുണ്ട്. ഒരു കൂട്ടർ ബോധമില്ലാത്തവർ കൂകുകിൽ, മറവിൽ വന്നിങ്ങനെ നിന്നിടാമോ. തവലാസ്യ ഭംഗി കണ്ടാനന്ദ മൂർച്ചയിൽ കഴിയുവോർ വളരെയുണ്ടവരെയോർക്കൂ. അണയൂ നീ വേദിയിൽ കാൽച്ചിലം, ഗൊക്ഷയാൽ മുഖരിതമാകട്ടെ അന്തരീക്ഷം. പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. എത്ര കളിയാക്കുന്നവരുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ബി മോർ ക്രിയേറ്റീവ്. തെറി പറയാൻ മാത്രം പഠിച്ചൊരാ മൂർഖന്മാർ പറയുന്നതൊന്നും ശ്രവിച്ചിടേണ്ട. തെറി പറയാൻ മാത്രം പഠിച്ചൊരാ മൂർഖന്മാർ പറയുന്നതൊന്നും ശ്രവിച്ചിടേണ്ട. നിൻ വിശ്വവശ്യമാ നൃത്തത്തിലുള്ളൊരു പൊരുളവർക്കണുകയില്ല ന്യൂനം. കടുകോളമെങ്കിലും ചിന്തിക്കുവാനുള്ള കഴിവവർക്കില്ലെന്ന് നീ ധരിക്കൂ. കടുകോളമെങ്കിലും ചിന്തിക്കുവാനുള്ള കഴിവവർക്കില്ലെന്നു നീ ധരിക്കൂ. വിഭവങ്ങൾ എത്ര ഇരുന്നാലും അക്കൂട്ടർ ചികയുമേ കുപ്പയിൽ തീറ്റി തിന്നാൻ. അവരെ നീ തല്ലും വെറുക്കേണ്ട. പാരിതിൽ പല മട്ടിൽ ലല്ലയോ ജീവി വൃന്ദം. നൃത്തൊന്നും കാണാൻ പറ്റാതെ പട്ടിണിയും പരിവട്ടമായിട്ട് കുപ്പത്തൊട്ടികളിലൂടെ സഞ്ചരിക്കുന്ന, അത് ചിക്കിപ്പറച്ച് തിന്നുന്ന മനുഷ്യരുണ്ട്. അവർക്കൊന്നും പെട്ടെന്നത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ അവരെ നീ വെറുക്കരുതെന്നാണ് പറയുന്നത്. ഭീരുക്കളാണവരല്ലെങ്കിൽ എന്തിന് പരരുടെ പിന്നിൽ മറഞ്ഞിരിപ്പു. ഭീരുക്കളാണവരല്ലെങ്കിൽ എന്തിന് പരരുടെ പിന്നിൽ മറഞ്ഞിരിപ്പു. ഇരുളിൻ്റെ ചുരുളിൽ മറഞ്ഞിരുന്നങ്ങിനെ കുറുനരികളോലിടുന്ന പോലെ. കുറേ പേരുണ്ട് അങ്ങനെ ഇരുളിൻ്റെ മറവിലിരുന്നിട്ട് കുറുനരികളെ പോലെ ഓലിയിടുന്ന ആൾക്കാർ. വദനം പുറത്തേക്ക് കട്ടി ഈ കൂട്ടർ കൂകട്ടെ എന്തും പുലമ്പിടട്ടെ. വദനം പുറത്തേക്ക് കാട്ടി ഈ കൂട്ടർ കൂകട്ടെ എന്തും പുലമ്പിടട്ടെ. മടികളയൂ നൃത്തം തുടങ്ങൂ മനോഹരി. വിലയേറും കാലം കളഞ്ഞിടാതെ അഖിലരെയും ഒന്നുപോൽ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുമതില്ലെന്ന് നീ ധരിക്കൂ. അതായത് അഖിലരെ എല്ലാവരെയും ഒന്നുപോലെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുവതില്ലെന്ന് നീ ധരിക്കൂ. അവരെന്തും പറയട്ടെ നീ നിന്റെ അവരെന്തും പറയട്ടെ നീ നിന്റെ കഴിവുകൾ അഖിലവും കാണിക്കൂ വൈകിടാതെ.
ആരെന്തുരക്കിലും നീ നൃത്തം ചെയ്യവേ ഞാൻ എന്നെ തന്നെ മറന്നുപോകും. ഞാനുണ്ട് നിനക്ക് കൂട്ടായി. ആരെന്തുരക്കിലും നീ നൃത്തം ചെയ്യവേ ഞാൻ എന്നെ തന്നെ മറന്നുപോകും. എല്ലാവരും നിന്നെ വെറുത്തിട്ടു പോകിലും ഞാൻ ഒരു ആരാധകനായിരിക്കും. എല്ലാവരും നിന്നെ വെറുത്തിട്ടു പോകിലും ഞാൻ ഒരു ആരാധകനായിരിക്കും. ജനശക്തി 1949 ഒക്ടോബർ 30 പ്രസിദ്ധീകരിച്ചതാണ് ഈ കവിത. താങ്ക് യു. സ്നാപ്പ് നമ്പർ 983 കിടക്കാം. ഇത് ചില ഗാനങ്ങളിൽ ഉള്ളതാണ്, വിപ്ലവ വീര്യമുള്ള ഗാനങ്ങളാണ്. കാലം മുന്നോട്ട് പായുന്നു എന്നാണ് ഈ കവിത പറയുന്നത്. കാലം മുന്നോട്ട് പായുന്നു കാട്ടാറുപോൽ വീരയോദ്ധാക്കളെ. കാലം മുന്നോട്ട് പായുന്നു കാട്ടാറുപോൽ വീരയോദ്ധാക്കളെ. കാലം കഴുകാത്തൊരീ രക്തരേഖയുമായി, കാലം കഴുകാത്തൊരീ രക്തരേഖയുമായി, കർഷകന്മാരുടെ വേർപ്പിൻ കാവ്യമായി, നീണ്ട നെടുവീർപ്പിൽ വിങ്ങുന്ന രാത്രികളിൽ വീഴും കണ്ണീരുമായി, നീണ്ട നെടുവീർപ്പിൽ വിങ്ങുന്ന രാത്രികളിൽ വീഴും കണ്ണീരുമായി. കാലം തിരുത്തിയിടുമീ കണ്ണുനീരിൻ കഥ, കാലം തിരുത്തിയിടുമീ കണ്ണുനീരിൻ കഥ, ചേലിൽ വളരുന്നൊരീ പോരിൻ കാറ്റേൽക്കവേ, ചേലിൽ വളരുന്നൊരീ പോരിൻ കാറ്റേൽക്കവേ. വീരചരിതങ്ങൾ രചിക്കുന്ന യോദ്ധാക്കളെ, വീരയോദ്ധാക്കളെ, വീരചരിതങ്ങൾ രചിക്കുന്ന യോദ്ധാക്കളെ, വീരയോദ്ധാക്കളെ. മണ്ണിൽ ചൊടിച്ചിടുമീ പൊന്നിൻ കതിർമാലകൾ, മണ്ണിൽ ചൊടിച്ചിടുമീ പൊന്നിൻ കതിർമാലകൾ, മണ്ണിൻ അവകാശികൾ നമ്മൾക്കായിടണം, മണ്ണിൻ അവകാശികൾ നമ്മൾക്കായിടണം. മണ്ണിൽ കവിതകൾ കുറിക്കുന്ന സോദരരെ, വീര യോദ്ധാക്കളെ, മണ്ണിൽ കവിതകൾ കുറിക്കുന്ന സോദരരെ, വീര യോദ്ധാക്കളെ. 1954 പ്രഭാതം പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച് കേരളം ഉണരുന്നു എന്ന സമാഹാരത്തിൽ നിന്നാണ് ഈ കവിത. കാലം മുന്നോട്ട് പായുന്നു. സ്നാപ്പ് നമ്പർ 983 കടന്നു. സ്നാപ്പ് നമ്പർ 984 വരികയാണ്. അടർക്കളത്തിലേക്ക്. പോരാട്ടത്തിൻ്റെ കവിതകളാണ്. അടർക്കളത്തിലേക്ക് നോക്കാം. നിരന്നു നമ്മൾ പോയിടാം അടർക്കളത്തിലേക്കിനി, നരനു വേണ്ട ജീവിതാവകാശമിങ്ങു നേടുവാൻ. നിരന്നു നമ്മൾ പോയിടാം അടർക്കളത്തിലേക്കിനി, നരനു വേണ്ട ജീവിതാവകാശമിങ്ങു നേടുവാൻ. വിയർപ്പു തുള്ളി നാണയങ്ങളാക്കി അന്യനേകി നാം, വിയർപ്പു തുള്ളി നാണയങ്ങളാക്കി അന്യനേകി നാം. വിശന്നെരിഞ്ഞു നാളുകൾ കഴിക്കയോ സഖാക്കളെ. വിയർപ്പു തുള്ളി നാണയങ്ങളാക്കി അന്യനേകി നാം, വിശന്നെരിഞ്ഞു നാളുകൾ കഴിക്കയോ സഖാക്കളെ. നിണം കുടിച്ച മണ്ണിൽ നിന്നു വീര്യമാർന്ന നാമിനി, നിണം കുട്ടിച്ച മണ്ണിൽ നിന്നു വീര്യമാർന്ന നാമിനി, അണഞ്ഞിടാത്ത വിപ്ലവാഗ്നിയിൽ ആർന്ന നാമിനി, അണഞ്ഞിടാത്ത വിപ്ലവാഗ്നിയുള്ളിലാർന്ന നാമിനി. രണാങ്കണത്തിൽ മാറുകാട്ടിയുന്നു നേടണം ജയം, രണാങ്കണത്തിൽ മാറുകാട്ടിയുന്നു നേടണം ജയം. നിറഞ്ഞ തോക്കുമുന്നിൽ വന്നൊരായിരം നിരക്കിലും, നിറഞ്ഞ തോക്ക് മുന്നിൽ വന്നൊരായിരം നിരക്കിലും, തികഞ്ഞ വീര്യമുള്ള നമ്മൾ മാറുമോ സഖാക്കളെ, തികഞ്ഞ വീര്യമുള്ള നമ്മൾ മാറുമോ സഖാക്കളെ. വിധിക്കു കീഴടങ്ങിടാത്ത ധീരരാം സഖാക്കളെ, വിധിക്കു കീഴടങ്ങിടാത്ത ധീരരാം സഖാക്കളെ. നിറഞ്ഞ തോക്ക് മുന്നിൽ വന്നൊരായിരം നിരക്കിലും, നിറഞ്ഞ തോക്ക് മുന്നിൽ വന്നൊരായിരം നിരക്കിലും, തികഞ്ഞ വീര്യമുള്ള നമ്മൾ മാറുമോ സഖാക്കളെ. വിധിക്കു കീഴടങ്ങിടാത്ത
ധീരരാം സഖാക്കളെ. അപ്പോൾ ഇന്ന് 5 സ്നാപ്സാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. സ്നാപ്പ് നമ്പർ 980 മുതൽ 81, 82, 83, 84, 81, 80, 81, 82, 83, 84, 984 വരെയുള്ള സ്നാപ്പാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്നാപ്സ് ചാക്കോടി അന്തിക്കാട് എന്ന യൂട്യൂബ് ചാനലിലാണ് എല്ലാ സ്നാപ്പുകളും സ്നാപ്പായിട്ട് വരുന്ന എല്ലാം അതിലാണ് ഇടുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഊർജ്ജം. പ്രായം 65 30 വയസ്സിൽ പ്രായം പിടിച്ച് നിർത്തിയെന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സുകൊണ്ട് നമ്മൾ യൗവനം ആർജിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് വായനശാലകളിലല്ല, എവിടെയും നമ്മളിത് പൊതുവേദികളിലും ഓഫ്ലൈനിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ്. പി ജാനിയുടെ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ അലറി പാടുക, നടന്നു പാടുക, ഓടി നടന്നു പാടുക, ഇതെല്ലാം വേദികൾ നമ്മളെ ക്ഷണിക്കും തോറും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഭരത് പി ജാനിയുടെ ഒരു നമ്മുടെ ജന്മശതാബ്ദിയുടെ ഒരു വർഷമാണത് ഈ 2025. 1925 ജനുവരി 1 ജനിച്ച മനുഷ്യൻ 2025 വരുമ്പോൾ 100 വർഷമാണ്. തീർച്ചയായിട്ടും നമ്മൾ പി ജാനിനെ മറക്കരുത് എന്നുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സബ്സ്ക്രൈബ്. 2 ചാനലാണ് എനിക്കുള്ളത്. ഒന്ന് ചാക്കോടി അന്തിക്കാട് ഫിലിംസ് ആണ്. അതിനകത്ത് ഡോക്യുമെൻ്ററികളും ഇൻ്റർവ്യൂകളും മറ്റ് കാര്യങ്ങളും കവിതകളും ഒക്കെ വരുന്നു. പക്ഷേ അതിനകത്ത് വേറെ രീതിയിലുള്ള ഒരുപാട് ഇൻ്റർവ്യൂസ് വരുന്നു, ഒരുപാട് ചർച്ചകളൊക്കെ വരുന്നു. പക്ഷെ ഇത് സ്നാപ്സിന് വേണ്ടി മാത്രമുള്ള ചാനലാണ്. SNAPS സ്നാപ്സ് CHACKODANTHIKAD സ്നാപ്സ് ചാക്കോടി അന്തിക്കാട്. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം.